friends, welcome back to Five Ends World. This is me, Nitzana, back again with another yummy recipe. So today I'm here to share stuffed mackerel fry. Hopes you all are safe and fine at your places. Without further ado, let's get in. സോ ഗൈസ് നമ്മളിവിടെ അയില നിറച്ച് പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ആദ്യം ഒരു സോസ്പാനിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് 1 onion റഫ്ലി ചോപ്ഡ്, പിന്നെ 2 onions, 1 tomato, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ജിഞ്ചർ ആൻഡ് ചില്ലി പേസ്റ്റ്. ഇവിടെ ഉള്ളത് നമ്മളെ അയില, കുറച്ച് 2 ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് കെട്ടാൻ വേണ്ടി, പിന്നെ കുറച്ച് വെള്ളം. ടൊമാറ്റോ വലിയതാണെങ്കിൽ ഹാഫ് മതി. ഇത് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അനിയൻസ് ഇട്ടോട്ടാം. ഒരു വലിയ ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ് ഇതൊന്ന് നന്നായിട്ട് നാളി വരണം. ഇത് നമ്മൾ കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളെ അനിയൻസ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗാർലിക്, ജിഞ്ചർ ആൻഡ് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആൻഡ് ടൊമാറ്റോസ്. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതായത് ഇതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂട്ടാട്ടോ. ഇനിയിപ്പോൾ മീൻ പൊരിക്കുമ്പോൾ മീനിൻ്റെ മസാലയിലും എരിവ് വരും, അതുകൊണ്ട് ഞാൻ അധികം മുളകിട്ടിട്ടില്ല. നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അത് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളെ സ്റ്റഫിങ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി. ഇതിനി ആയി, നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇത് മസാല ഇട്ട് കൊടുക്കാം. ഒരു മുഴുവൻ അയില എടുത്തിട്ട് ഇങ്ങനെ നടു കീറിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ തിന്നുമ്പോൾ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ ഉണ്ടാവും, അത് അയച്ചയച്ച് മാറ്റിയാൽ മതി. ഇത് കണ്ട. നമുക്കിതിനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ തലൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് കെട്ടുന്നത്. തിന്നുമ്പോൾ എല്ലാവരും നൂല് മാറ്റണം കേട്ടോ.
നമ്മളിവിടെ ഇങ്ങനെ കെട്ടി സ്റ്റഫിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ മസാല തേച്ചിട്ട് പൊരിക്കാൻ നിൽക്കുകയാണ്. സോ ഗൈസ് നമ്മളിവിടെ എല്ലാതും ഇങ്ങനെ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാം. നല്ല ചൂടായ കാരണം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഗൈസ് ഇത് നല്ലോണം പൊരിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. സോ ഗൈസ് please do try this recipe and share your feedbacks in the comment section below. And please do follow us on Facebook and Instagram. IDs are given below in the description box. Please do check it out. And hope so you'll enjoy watching this video. If so, then please give it a thumbs up. Do share our videos to all your friends and relatives. Also subscribe our channel. Hit the bell icon next to it to get notified when we post our further videos. I'll be back soon in another video. Till then, stay tuned, stay connected, stay safe. Bye.